യെസ്, ഹലോ അച്ചോ, ഹായ്, നമസ്തേ, ക്യാ ഹാൽ ചാൽ. മേരെ ലാൽ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തെ രസകരമായിട്ട് മനസ്സിലാക്കിയാലോ. സൂർദാസ്. ഓക്കെ, സോ ഹിന്ദി സാഹിത്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് നിർഗുൺ ഭക്തി, സഗുൺ ഭക്തി എന്ന് പറയുന്ന രണ്ട് ശാഖകളുണ്ട്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൂർദാസിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. സോ നിർഗുൺ, അതുപോലെ തന്നെ എന്തൊക്കെയാണ്, രണ്ടാമത്തെ ആൾ എന്താണ്, സഗുണാണ്. രണ്ടും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല. കാരണം എന്താണ്, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സഗുൺ നിർഗുൺ. ഓക്കെ, സോ സഗുൺ നിർഗുൺ എന്തിനാണ് ഭക്തിയിൽ രണ്ടായിട്ട് തരംതിരിച്ചത്? ഭക്തിശാഖയെ എന്തിനാണ് രണ്ടായിട്ട് തരംതിരിച്ചത് സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1300-കളിൽ ഇത് രണ്ടും ഞാൻ എന്തിനാണ് നടുക്കൊരു എന്താണ് അങ്ങോട്ടൊരു ക്രോസ് സെക്ഷൻ ഒക്കെ കൊടുത്തത്? രണ്ടും തമ്മിൽ ശത്രുക്കളാണ്. ഓക്കെ, മത്ലബ് ശത്രുക്കൾ നെയ്യേ, രണ്ടും ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ, സോ ഭക്തി എന്ന് പറയുന്നതിനെ രണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഒന്നാണ് നിർഗുൺ, മറ്റേതാണ് സഗുൺ. സോ സഗുൺ നിർഗുൺ ഭക്തിശാഖ എന്ന് പറയുന്നത് ഹിന്ദിയിലെ ഗോൾഡൻ പീരീഡ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇറ്റ്സ് എ ഗോൾഡൻ ഇറ. ഓക്കെ, ഹിന്ദി സാഹിത്യത്തിലെ ഒരു ഗോൾഡൻ ഇറയായിട്ടാണ് നമ്മൾ ഭക്തി കാലിനെ കാണുന്നത്. സെറ്റ് അല്ലേ? അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ലിയോദാസ് അല്ല, കബീർ ദാസ്. ഓക്കെ, സോ കബീർ ദാസ്, അതുപോലെ സൂർദാസ്, തുളസിദാസ്, റെയിൻദാസ്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ സാറേ നിർഗുൺ, എന്താ സാറേ സഗുൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയും, നിർഗുൺ എന്ന് പറയുന്നതിൽ ഗുരുവായിട്ടാണ് കാണുന്നത്. ഗുരുവിനെയാണ് ആക്ച്വലി ദൈവമായിട്ട് കാണുന്നത്. കബീർ ദാസ് ജി പറയുന്നുണ്ട്, ഗുരു ഗോവിന്ദ് ധോക്കടെ കാക്കേ ലാവ് പായി ബൽഹാർ ഗുരു അപ്പനെ ജിന് ഗോവിന്ദ് ദിയോ ബതായ്. കബീർ ദാസ് ജി എന്താണ് പറഞ്ഞത്? വളരെ സിമ്പിളാണ്. ഈശ്വരനും ദൈവവും എൻ്റെ മുന്നിൽ അല്ല, ദൈവവും ഗുരുവും എൻ്റെ മുന്നിൽ, ഈശ്വരനും ഗുരുവും എൻ്റെ ഗുരുവും മുന്നിൽ നിൽക്കുവാണെങ്കിൽ ഞാൻ ആദ്യം ഗുരുവിൻ്റെ ചരണങ്ങളിലാണ് വീഴുക. കാരണം ഗുരുവാണ് അന്ധകാരമറ്റേ ആയിട്ടുള്ള അജ്ഞാനം, അന്ധകാരമായിട്ടുള്ള അജ്ഞാനത്തിൽ നിന്ന് വെളിച്ചമാകുന്ന ജ്ഞാനത്തെ കാണിച്ചു തന്നത് എൻ്റെ ഗുരുവാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ചരണങ്ങളിലാണ് ഞാൻ വീഴുക എന്ന് പറയുന്നത് ആരാടാ? കബീറാണ്. സോ കബീർ ദാസ് ആണ് അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓഥറായിട്ട് കാണുന്നത്. എപ്പോഴും ഗുരുവിന് പ്രാധാന്യം കൊടുക്കുന്നു. ഓക്കെ, അപ്പോഴെന്താണ് സഗുൺ ഡിഫറൻസ്? സഗുൺ എന്ന് പറയുന്നിടത്ത് എന്താണ്, ഒരു ഈശ്വരൻ എന്ന് പറയുന്ന ഒരു രൂപമുണ്ട്. ഓക്കെ, ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ പോലെ തന്നെ ഒരു രൂപമുണ്ട്. അവിടെ രണ്ടാൾക്കാരുണ്ട്, രാമനും കൃഷ്ണനും. അല്ലെ, ശ്രീരാം എന്ന് പറയുന്ന രാമും ഉണ്ട്, അതുപോലെ ആരുണ്ട്, കൃഷ്ണനും ഉണ്ട്. സോ രാം കൃഷ്ണൻ എന്ന് പറയുന്ന രണ്ടാൾക്കാർ അവിടെ വരും. അവിടെയാണ് രാം ഭക്തിശാഖ, കൃഷ്ണ ഭക്തിശാഖ എന്ന് സഗുണിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഓക്കെ, ഇതൊരു ശാഖയാണ്, ഇതും മറ്റൊരു ശാഖയാണ്. ഇവിടെ ഒറ്റൊരാളെ നിങ്ങൾ നോക്കിയാൽ മതി, ഗുരുവിന് പ്രാധാന്യം കൊടുക്കുന്ന കബീറിന്. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ രാം, അതുപോലെ തന്നെ കൃഷ്ണ ശാഖയുണ്ട്. ഈ രാം ഭക്തിയിൽ വരുന്ന ആൾ ആരാണ്? തുളസീദാസ് ആണ്. ഓക്കെ, രാം ഭക്തി, രാമനെ പൊക്കിയടിച്ചുകൊണ്ടുള്ള രാംചരിത മാനസൊക്കെ എഴുതിയ തുളസീദാസ് ആണ് അവിടെ ഫേമസ്. അപ്പോൾ സാറേ കൃഷ്ണഭക്തിയിൽ വരുമ്പോൾ ആരാണ് നമ്മുടെ മെയിൻ ആള്? സൂർദാസ്, അന്ധനായിട്ടുള്ള സൂർദാസ്. ഓക്കെ, സൂറാണ്, ഇവിടെയാണ് സൂർദാസ് വരുന്നത്. സോ കൃഷ്ണഭക്തിയിലാണ് നമ്മുടെ സൂർദാസ് വരുന്നത്. സോ സൂർദാസ് എവിടെയാണ്? ഭക്തിശാഖയിലെ സഗുൺ ഭക്തിശാഖയില് നമ്മുടെ കൃഷ്ണഭക്തിയാണ് നമ്മുടെ ആര് വരുന്നത്? സൂർദാസ് വരുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ഇനി പറയട്ടെ ഞാൻ എന്താണെന്ന്. കൃഷ്ണനെ പൊക്കി അടിച്ചുകൊണ്ട്, അങ്ങനെയല്ല, കൃഷ്ണനെ തൻ്റെ രചനയിലൂടെ കൃഷ്ണന്റെ ആ ഗാഥകളെയൊക്കെ, വീരഗാഥകളെയും ചെറിയ കൃഷ്ണനെയും ഒക്കെ വളരെ രസകരമായിട്ട്, അന്ധനാണ് സൂർദാസ്, എന്നിട്ട് പോലും നേരിട്ട് കണ്ട പോലെയാണ് അദ്ദേഹം കൃഷ്ണനെ വർണ്ണിക്കുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ആസ്തറ്റിസമാണ് അദ്ദേഹം പണ്ട് കൃഷ്ണനെ വർണ്ണിച്ചിട്ടുള്ളത്. കൃഷ്ണന്റെ ആ ഒരു വർണ്ണനം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ്, പിക്ചറലൈസേഷൻ ആണ്, അത് നമ്മുടെ മുന്നിൽ കാണുന്ന പോലെയാണ് കൃഷ്ണനെ അത്രയും രസകരമായി സൂർദാസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സൂർദാസിന്റെ ഒരു വർണ്ണനയാണ് ഭക്തിശാഖയിലെ, സഗുൺ ഭക്തിശാഖയിലെ കൃഷ്ണനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കൃഷ്ണനെ അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. രണ്ട് പാഠമായിട്ടാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്നെന്താണ് മേരെ ലാൽ എന്ന് പറയുന്ന ആരെയാണ്? ചെറിയ കൃഷ്ണൻ. ഓക്കെ, ചെറിയ കൃഷ്ണനെ കുറിച്ച്, കൃഷ്ണന്റെ രൂപത്തെ വർണ്ണിക്കുന്നു മേരെ ലാൽ. രണ്ടാമത്തെയാണ് ഹേ ഖാന. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് ചോദിക്കും, ആ ഒരു വരികൾ തന്നിട്ട് എക്സ്പ്ലെയിൻ, ഹേ ഖാന എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ എന്താണ് മേരെ ലാൽ എക്സ്പ്ലെയിൻ. രണ്ടെണ്ണം സൂർദാസ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് ചെറിയ കൃഷ്ണനെയാണെങ്കിൽ, ഈ ഒരു മേരെ ലാൽ എന്ന് പറയുന്നത് കുറച്ച് ചെറിയ കൃഷ്ണനെയാണെങ്കിൽ കുറച്ച് വലുതായിട്ടുള്ള ഒരു അഡോൾസൻസിലൊക്കെയുള്ള കൃഷ്ണനെ കുറിച്ചാണ് രണ്ടാമത്തേൽ വർണ്ണിച്ചുള്ളത്. ഓക്കെ, ഇത് മേരെ ലാൽ, ഇത് ഹേ കൃഷ്ണ. കുറച്ച് വലുതായിട്ടുള്ള കൃഷ്ണനെ കുറിച്ചാണ് ഹേ ഖാനയിൽ വർണ്ണിക്കുന്നത്. ഒന്നാമത്തെ മേരെ ലാലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മേരെ ലാൽ എന്ന് പറയുന്നത് കൃഷ്ണന്റെ അമ്മയായിട്ടുള്ള യശോദര. ഓക്കെ, കൃഷ്ണയുടെ അമ്മയായിട്ടുള്ള യശോദര കൃഷ്ണന്റെ ആ രൂപത്തെ വർണ്ണിക്കുന്ന വർണ്ണനയാണ്. വളരെ എന്താണ്, അത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർണ്ണനയാണ്. ഓക്കെ, സോ അത്രയും എന്താണ്, ആ ഒരു കൃഷ്ണന്റെ ആ ഒരു ഇനോമസ് ആയിട്ടുള്ള ആ ഒരു ഓറ, അതിനെയാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. ആര്? സൂർദാസ് യശോദ അമ്മയിലൂടെ. ഒന്നാമത്തെ പതിൽ നിങ്ങൾ വരികൾ തുറന്നു വെച്ചോളൂ. എന്താണ്? സുധമുഖദേക്ക് യശോദാ ഭൂലി. കൃഷ്ണന്റെ മുഖം കണ്ടിട്ട് യശോദ സ്വയം അങ്ങ് മറന്നുപോയി. അത്രക്കും സൗന്ദര്യമാണെന്നാണ്, അത്രക്കും തീഷ്ണതയാണെന്നാണ് കൃഷ്ണന്റെ മുഖത്തെക്കുറിച്ച് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഒരു ലോട്ടസ് ഇല്ലേ, നമ്മുടെ ആ താമരപ്പൂവിൽ മിന്നലടിച്ച പോലുള്ള പ്രകാശമാണ്, ഓറയാണ് കൃഷ്ണന്റെ, ചെറിയ കൃഷ്ണന്റെ മുഖത്ത് എന്നാണ് വർണ്ണിക്കുന്നത്.
നോക്കാം. എന്താണ് പെഹലെ പദമേ, ഒന്നാമത്തെ പദിൽ യശോദ അപ്പനെ പുത്ര കൃഷ്ണ കാ മുഖ് ദേക്കർ ആനന്ദ് സെ ഭർ ജാത്തി ഹെ. തൻ്റെ മകനായിട്ടുള്ള കൃഷ്ണന്റെ ആ ഒരു കുഞ്ഞി, ആ ഒരു ചെറിയ, നിങ്ങൾക്കറിയാം ചെറിയ കൃഷ്ണനാണ്, ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ യശോദാമ്മ സ്വയം തന്നെ മറന്നു പോവാണ് ചെയ്യുന്നത്. അത്രയും സൗന്ദര്യമാണെന്നാണ് വർണ്ണിക്കുന്നത്. വഹ് നന്ദ് കോ ബുലാക്കർ. ആരാണ് നന്ദ് സാറേ? നന്ദ് എന്ന് പറയുന്നത് യശോദര എന്ന് പറയുന്നതിൻ്റെ ആരാണ്? ഹസ്ബൻഡാണ്. ഓക്കെ, അവരുടെ സ്പോസ് ആണ്. ആരുടെ? യശോദര എന്ന് പറയുന്ന അമ്മയുടെ സ്പോസ് ആണ്, അവരുടെ ഹസ്ബൻഡാണ് നമ്മുടെ ആര്? നന്ദ് എന്ന് പറയുന്നത്. സോ നന്ദിനെ ആരാണ് വിളിക്കുന്നത്? യശോദാമ്മ വിളിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്? കൃഷ്ണക്ക് ദൂത് കെ ചോട്ടെ ചോട്ടെ സുന്ദർ ദാന്ത് ദേഖ്നെ കോ കഹത്തെ ഹെ. കൃഷ്ണന്റെ വളരെ ചെറിയ പാൽ പല്ലുകളെയാണ്. ഓക്കെ, എന്താണ്? ദൂത് കി ജോ ദാന്തേ ആണ്, പാൽ പല്ലുകളെ, ചോട്ടെ ചോട്ടെ ദാന്തേ, ആ ഒരു പാൽ പല്ലുകൾ കാണാൻ വേണ്ടിയിട്ട്, കൃഷ്ണന്റെ ആ ഒരു ചെറിയ ചെറിയ പല്ലുകൾ, ആ ഒരു ചിരി കാണാൻ വേണ്ടിയിട്ട് ആരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്? നമ്മുടെ യശോദരാമ്മ നന്ദിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നന്ദ് ഇവിടെ പുറത്താണ്ടാ ഉള്ളത്. നന്ദിനെ എന്ത് ചെയ്യുന്നു? അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. വരൂ, കാണൂ. ഓക്കെ, എന്നിട്ടോ സൂർദാസ് കൃഷ്ണക്ക് ദാന്തോ കി തുലന. സൂർദാസ് ഈ കൃഷ്ണന്റെ പല്ലുകളെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, എന്തുമായിട്ടാണ് തുലന ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, കമൽ പർ ജമി ഹുയി ബിജ്ലി, മിന്നൽ അടിച്ചതുപോലെയാണ്. ഓക്കെ, എവിടെ മിന്നൽ അടിച്ച പോലെയാണ്? കമൽ പർ, എവിടെയാണ്? ലോട്ടസിൽ മിന്നൽ അടിച്ചതുപോലെയാണെന്നാണ് വർണ്ണിക്കുന്നത്. ദൂസരെ, ഓക്കെ, സെറ്റ് അല്ലേ? അത്രയേ ഉള്ളൂ. കമൽ പർ ക്യാ ഹെ? കമൽ പർ बिजली लगे जैसे. ओके, कमल पर क्या है? जो बिजली जमे जैसे, അല്ലെങ്കിൽ കമൽ पर പടി ബിജ്ലി की तरह. ഓക്കെ, ലോട്ടസിൽ അടിച്ച മിന്നൽ പോലെയാണ് കൃഷ്ണന്റെ ചിരി എന്നാണ്. അത്രയേ ഉള്ളൂ. അത് മാത്രമാണ് ഒന്നാമത്തെ പദിൽ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരാണ്? സൂർദാസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്നാമത്തെ മേരെ ലാലിൽ ഇതൊക്കെയാണ് പറയുന്നത്. വളരെ സിമ്പിളാണ്. കൃഷ്ണന്റെ മുഖത്തെ അമ്മ യശോദരാമ്മ നന്ദിനെ വിളിക്കുന്നു. അത്രയും മിന്നൽ അടിച്ച പോലെയാണ്. ഏതിൽ? ലോട്ടസിൽ. കമൽ पर बीज लगे जैसे, बिजली लगे जैसे. സിമ്പിൾ. ഒന്നാമത്തെ പദ് സെറ്റ് അല്ലേ? കമന്റ് ബോക്സ് മേ ഫയർ ലഗാതോ. ഇതുവരെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോളൂ. രണ്ടാമത്തെ പദിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇറ്റ്സ് വെരി ഈസി. രണ്ടാമത്തെ പദ് എന്ന് പറയുന്നത് കൃഷ്ണനാകുന്ന സാഗരത്തിലേക്ക് ലയിക്കാൻ പോകുന്ന ഗോപികമാരെയാണ് വർണ്ണിക്കുന്നത്. രണ്ടാമത്തെ പദ് എന്ന് പറയുന്നത് എന്താണ്? ദൂസരെ പദ് കൃഷ്ണക്ക് മുരളി ഖ ഗോപിയോ പർ ജാദുയി. കൃഷ്ണന്റെ മുരളി വായന, കൃഷ്ണന്റെ ഈ ഒരു മുരളി വായനയില്ലേ, നമുക്കറിയാം ഓടക്കുഴൽ. ഓക്കെ, കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫ്ലൂട്ട് വായിക്കുന്നു, ഓടക്കുഴൽ വായിക്കുന്നു. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? കൃഷ്ണൻ തൻ്റെ വൃന്ദാവനത്തിൽ നിന്നുകൊണ്ട് ഇതുപോലെ ഓടക്കുഴൽ വായിക്കുന്ന സമയത്ത് എല്ലാ പ്രകൃതിയിലെ ജീവജാലങ്ങളൊക്കെ എന്താണ്? കൃഷ്ണനാകുന്ന ആ ഒരു മ്യൂസിക്കലായിട്ടുള്ള ആ ഒരു സാഗരത്തിലേക്ക് ലയിക്കാൻ വേണ്ടി ഓടി വരുവാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഗോപികമാരെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഒരുപാട് നമുക്കറിയാം വൃന്ദാവനത്തിൽ ചെറിയ ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെ. സോ ആ ഒരു ഗോപികമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരിൽ ഉണ്ടാവുന്ന ജാദുയി അസർ, മാജിക്കൽ ഇമ്പാക്റ്റിനെ കുറിച്ചാണ്. എന്താണ്? മുരളിക്ക് ധുൻ സുൻതേ ഹി. ഈ ഒരു മുരളിയുടെ, ഈ ഒരു ഫ്ലൂട്ടിന്റെ സൗണ്ട് കേട്ടപ്പോൾ എന്താണ്? ഗോപികായ അപ്പനെ സബ് കാം കാ ജോർ. ഗോപികമാരി, ഈ ഒരു ഗോപികമാരി പെൺകുട്ടികളൊക്കെ എന്താണ്? തന്നെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ജോലികളും, ഒരുപാട് ജോലികൾ അവർക്കുണ്ടല്ലേ. വെള്ളം എടുക്കാൻ വേണ്ടി അവർ കുടമായിട്ടാണ് പോകുന്നത്. ഓക്കെ, വെള്ളം എന്താണ്? നദിയിൽ നിന്ന് വെള്ളം എടുത്ത് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. അതൊക്കെ അവരെന്താണ്? കാംതാജ്, അവർക്ക് ഏൽപ്പിച്ച ആ ഒരു കാംകാജ്, അവർക്ക് ഏൽപ്പിച്ച ആ ഒരു ജോലി അവർ എന്താണ്? ഭൂൽ ജാത്തെ ഹെ, അവർ മറക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ ഭൂൽ ജാത്തി ഹെ. ഗോപികായ ഇസ്ലിയെ ഭൂൽ ജാത്തി ഹെ. സോ ഗോപികായ എന്താണ്? കൃഷ്ണനാകുന്ന ഈ ഒരു സാഗരത്തിലേക്ക് ലയിക്കാൻ വേണ്ടി തന്നെ ഏൽപ്പിച്ച ആ ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടി വരുവാണ് ചെയ്യുന്നത്. വേ അപ്പിനെ ഘർ പരിവാർ കി പർവാ കിയെ ബിന, തൻ്റെ ഫാമിലി, അപ്പിനെ ഘർ, അതുപോലെ തന്നെ എന്താണ്? പരിവാർ, വീട്ടിനെയും ഫാമിലി ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം എന്താണ്? ബിന കൃഷ്ണി റൂബി സാഗർ മേ മിൽനെ കെ ലിയെ ധാവഡ് പടുത്തി ഹേ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഫാമിലി എന്തൊക്കെ പറയല്ലേ, ഗേൾസിനെ ഏൽപ്പിച്ച പണി ചെയ്യാതെ കൃഷ്ണൻ വായിക്കുന്ന ഫ്ലൂട്ടും കേട്ടിട്ട് പണിയെടുക്കാതെ പോയി നിൽക്കുന്നു എന്നൊക്കെ വീട്ടുകാരും ഘറും പരിവാറും ഫാമിലിയും ഒക്കെ ചോദിക്കാം അല്ലെ. പക്ഷെ അതൊന്നും അവർ വകവെക്കാതെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഗോപികമാരൊക്കെ ഏൽപ്പിച്ച പണിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കൃഷ്ണൻ ആകുന്ന ഈ ഒരു സാഗരത്തിലേക്ക് ലയിക്കാൻ വേണ്ടി ധാവഡ് പടുത്തി ഹേ, ഓടുവാണ് ചെയ്യുന്നത്. അത്രക്കും ആ ഒരു എന്താണ്? ഒരു ഇമ്പാക്റ്റ് ആണ് കൃഷ്ണൻ ആ ഒരു വൃന്ദാവനത്തിൽ ചെയ്യുന്നത്. സോ ചെറിയ കൃഷ്ണൻ, കുറച്ച് വലുതായിട്ടുള്ള കൃഷ്ണൻ. സെറ്റ് അല്ലേ? ഇതാണ് ഈ ഒരു രണ്ട് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ രണ്ടാമത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഹേ ഖാന എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് രണ്ട് ഗോപികമാർ തമ്മിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻ. എന്താണ്? കൃഷ്ണന്റെ മുരളി സുൻ രഹേ ഹേ, हम जा सकते हैं, नहीं हमें काम करना है, अरे छोड़ो यार क्या काम, എന്ത് ജോലി, കൃഷ്ണരൂപി സാഗർ മേ മിൽ ജാത്തെ ഹെ, ചലോ കൃഷ്ണനാകുന്ന സാഗരത്തിൽ ലയിക്കാം എന്ന് രണ്ട് ഗോപികമാർ, ഗോപിക 1 ഗോപിക 2 തമ്മിലുള്ള ഒരു കോൺവെർസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഒരു ഹേ ഖാന പഠിക്കുമ്പോൾ. സെറ്റ് അല്ലേ? ഈസി അല്ലേ? കോൺസെപ്റ്റ് ഈസി അല്ലേ? രണ്ടിൻ്റെയും ആശയം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടും എഴുതിയത് സൂർദാസ് തന്നെയാണ്, മറക്കരുത്. മേരെ ലാൽ ഹേ ഖാന രണ്ടും എഴുതിയത് നമ്മുടെ ഹിന്ദിയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള കൃഷ്ണഭക്തി ശാഖയിലെ
ആരാണ്? സൂർദാസ് ആണ് എന്ന് നോട്ട് ചെയ്യണം. ഇത് വളരെ സിമ്പിൾ അല്ലേ, എക്സലന്റ് അല്ലേ, ഈസി അല്ലേ, കൺസെപ്റ്റ് മനസ്സിലായില്ലേ, എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ എക്സാം ഒക്കെ എഴുതണമെന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവുകളൊക്കെ എജുപോയിന്റ് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ലഭിക്കും. ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ, നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓണാക്കി വെക്കാം. നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണം, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പാസ്സായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോളൂ, ഷെയർ ചെയ്തോളൂ. ठीक है, मिलते हैं अगली ചാപ്റ്റർ के साथ. ഇതുപോലെ അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാം. താങ്ക് യു, മിൽത്തെ ഹെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. സോ ജയ് ഹിന്ദ്, താങ്ക് യു, ടാറ്റ.